രണ്ട് പല്ല് വേദനയാണ്. എനിക്ക് ഈ വേദന പറഞ്ഞാൽ എന്തെങ്കിലും ആൻറ്റിബയോട്ടിക് വേണം. ഡോക്ടറിന് പ്രിസ്ക്രിപ്ഷൻ ഉണ്ടോ? ഉടനെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇപ്പോൾ കയ്യിലില്ല. എനിക്ക് വേദന മാറാനുള്ള പറ്റുന്നതാണ്. ആൻറ്റിബയോട്ടിക് ഏതെങ്കിലും തന്നേ പറ്റും. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഫാർമസിയിൽ നേരിട്ട് പോയി ആൻറ്റിബയോട്ടിക്കുകൾ വാങ്ങി ഉപയോഗിക്കുന്നത് ശരിയല്ല. ഒരു രോഗിയുടെ ചികിത്സയ്ക്ക് ആൻറ്റിബയോട്ടിക് വേണമോ എന്നുള്ളത് വിശദമായ ക്ലിനിക്കൽ പരിശോധനയിലൂടെയും ലബോറട്ടറി പരിശോധനയിലൂടെയുമാണ് ഡോക്ടർ തീരുമാനിക്കുന്നത്. ആയതിനാൽ ഓവർ ദ കൗണ്ടർ അഥവാ നേരിട്ട് ഫാർമസിയിൽ പോയി ആൻറ്റിബയോട്ടിക്കുകൾ വാങ്ങി ഉപയോഗിക്കുന്നത് ഗുണത്തിലേറെ ദോഷം ചെയ്യും. രണ്ട് ദിവസമായിട്ട് നല്ല ചുമ മാറുന്നില്ല. ഒന്നും കഴിച്ചൊന്നുമില്ല, മരുന്നൊന്നും കഴിച്ചിട്ടില്ല. എങ്കിലേ എനിക്കും കുറച്ച് ദിവസം മുമ്പ് നല്ല ചുമയും എല്ലാം ഉണ്ടായിരുന്നു. ഒരുപാട് മരുന്ന് ഞാൻ കഴിച്ചു നോക്കി, ഒന്നും മാറിയില്ല. ഡോക്ടർ എനിക്ക് നല്ലൊരു അടിപൊളി ആൻറ്റിബയോട്ടിക് തന്നിട്ടുണ്ട്. ഞാൻ തരാം, നിങ്ങളിത് കഴിക്കും. ആൻറ്റിബയോട്ടിക്കുകൾ തമ്മിൽ പങ്കിടാൻ പാടുള്ളതല്ല. പല ആൾക്കാരുടെയും രോഗങ്ങൾ പലതായിരിക്കും, രോഗാണുക്കളും പലതായിരിക്കും. അപ്പം മറ്റുള്ള ഒരാളുടെ മരുന്ന് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അസുഖം മാറില്ല എന്ന് മാത്രമല്ല, സമൂഹത്തിനും അത് വളരെ വലിയൊരു പ്രശ്നമായി മാറും. കാരണം ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്ത് അത് പിന്നീട് ആ ആൻറ്റിബയോട്ടിക് ആ പ്രത്യേക രോഗാണുവിനെതിരെ പ്രവർത്തിക്കാതെയാകും. അതുകൊണ്ട് എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. ഞാൻ മരുന്ന് എഴുതിയിട്ടുണ്ട്, ഒരാഴ്ചത്തേക്ക് എഴുതിയിട്ടുണ്ട്. കുറഞ്ഞില്ലെങ്കിൽ വന്ന് കാണും. ഓക്കെ, നെക്സ്റ്റ് പേഷ്യന്റ്. എന്താണ് ബുദ്ധിമുട്ട്? സാറേ, 2 ദിവസമായിട്ട് നല്ല ചുമയും. ഞാൻ വേറൊരു ഡോക്ടറെ കാണിച്ചിരുന്നു. ആൻറ്റിബയോട്ടിക്കും തന്നില്ല, മെഡിസിൻ തന്നു വിട്ടു. ഓക്കെ സാർ, എന്തെങ്കിലും ഒരു ആൻറ്റിബയോട്ടിക് തന്നെ നോക്കട്ടെ. നോക്കട്ടെ. തുറന്ന് നാക്ക് നീട്ടി കണ്ണാടി ഒന്ന് ഒരു മുകളിലോട്ടൊന്ന് നോക്കും. ഓക്കെ, ഞാനൊന്ന് നോക്കാം, ഒന്ന് എക്സാമിൻ ചെയ്യട്ടെ. ശ്വാസം എടുത്ത് വിടണം കേട്ടോ. എടുത്തു വിട്ടെ, നീട്ടി എടുത്തു വിട്ട്. തിരിഞ്ഞിരിക്കൂ. ശ്വാസം എടുത്തു വിട്ടെ. നന്നായിട്ട്. ഓക്കെ ഓക്കെ. ഞാനിപ്പോൾ പരിശോധിച്ചതിൽ നിന്ന് നമുക്കൊരു വലിയ ഇൻഫെക്ഷൻ ഉള്ളതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ നിലവിൽ ഇപ്പോൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമില്ല. നമുക്ക് ലക്ഷണങ്ങളനുസരിച്ചുള്ള സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ മതിയാവും. എന്നാലും ആൻറ്റിബയോട്ടിക് വല്ലതും ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറുമല്ലോ സാറേ, ഇപ്പം ജോലിക്കൊക്കെ പോകാമല്ലോ. ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. മനസ്സിലായി. ഒരു പേഷ്യൻ്റ് ഒരിക്കലും ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് ആൻറ്റിബയോട്ടിക് പോലുള്ള മരുന്നുകൾ ആവശ്യപ്പെടാൻ പാടില്ല. ജലദോഷം, പനി, തൊണ്ടവേദന തുടങ്ങിയ അസുഖങ്ങൾ 95% വൈറസാണ് ഉണ്ടാക്കുന്നത്. ആൻറ്റിബയോട്ടിക്കുകൾക്ക് അവിടെ ഒരു റോളുമില്ല. നമ്മൾ അനാവശ്യമായി ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള നല്ല ബാക്ടീരിയ നശിക്കാനിടയാകും. ഇവയുടെ അഭാവത്തിൽ അപകടകാരികളായ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ ഇടം പിടിക്കും. ഇത് നമുക്ക് ഭാവിയിൽ ദോഷം ചെയ്യും. ആന്റിബയോട്ടിക് കഴിച്ചായിരുന്നോ? ഇല്ല. എന്താ കഴിക്കാത്ത? അതോ അത് 2 ദിവസം കഴിച്ചപ്പോഴേ എന്റെ തൊണ്ടവേദന മാറിയായിരുന്നമ്മ. സമയത്തിന് കഴിക്കണമെന്നാ ഡോക്ടർ പറഞ്ഞത്. ഇല്ല, പനിയൊന്നുമില്ല. കഴിക്കണ്ട. ശരി അമ്മ. രോഗലക്ഷണങ്ങൾ കുറഞ്ഞാലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള അത്രയും അളവിൽ തന്നെ ആൻറ്റിബയോട്ടിക് മരുന്നുകൾ കഴിക്കുക. അല്ലാത്ത പക്ഷം രോഗാണുക്കൾ പൂർണ്ണമായും നശിക്കാതിരിക്കുകയും ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള രോഗാണുക്കൾ വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ഗുളിക കഴിച്ചാ? അത് കഴിക്കാതെ ഉച്ചയ്ക്ക് കഴിച്ചാ? കാര്യം ചെയ്യും, രാവിലത്തെ ഉച്ചയ്ക്കത്തെ കൂടെ ഒരുമിച്ചും കഴിയും. ആൻറ്റിബയോട്ടിക് തന്നെ, കുഴപ്പമൊന്നുമില്ല. 2 ഡോസ് ഒരുമിച്ച് കഴിക്കാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇത് ആൻറ്റിബയോട്ടിക്കാണ്, ഞാൻ എടുത്തിട്ട് വരാം. ഒരു രോഗിക്ക് ഒരു ഡോക്ടർ നിർണ്ണയിക്കുന്ന ആൻറ്റിബയോട്ടിക് ഡോസേജ് അതിൻ്റെ കൃത്യസമയത്ത് തന്നെ കഴിക്കാൻ ശ്രമിക്കണം. കാരണം ഒരു രോഗിയുടെ പ്രായം, വെയിറ്റ് മുതലായ ഘടകങ്ങൾ ആസ്പദമാക്കിയിട്ടാണ് ഒരു ഡോക്ടർ ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെ ഡോസേജ് നിർണ്ണയിക്കുന്നത്. ഒരുപക്ഷെ നമുക്കൊരു ഡോസേജ് മിസ്സായിപ്പോയാലും നമ്മൾ അത് അടുത്ത ഡോസിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാൻ പാടില്ല. ഇത് നമുക്ക് ഇതിൻ്റെ പാർശ്വഫലങ്ങളുണ്ട്. അത് നമ്മുടെ രോഗങ്ങളെ കൂടുതൽ സങ്കീർണമാക്കും. അതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് ഒരു ഡോസ് മിസ്സായിപ്പോയാൽ നമ്മൾ അത് അടുത്ത ഡോസ് മുതൽ മിസ്സാകാതെ കഴിക്കുക. ഒരിക്കലും നമ്മൾ മിസ്സായ ഡോസ് ഇനി വരുന്ന ഡോസുമായിട്ട് ചേർത്ത് കഴിക്കാൻ പാടില്ല.
എടാ ഞാൻ സ്ഥിരം ഇടുന്ന ആ പറമ്പിലാണ്, നീ അവിടെ ഇട്ടോ, ഇല്ലെങ്കിൽ അത് കത്തിച്ചോളാം. അവിടെ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ കത്തിച്ചോളാം മതി. ശരി. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞുള്ള മരുന്നുകൾ കത്തിച്ച് കളയുകയോ മണ്ണിൽ കുഴിച്ചിടുകയോ ജലാശയങ്ങളിൽ നിക്ഷേപിക്കുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല. അവ അടുത്തുള്ള ആശുപത്രിയിലോ ഫാർമസിയിലോ തിരിച്ചേൽപ്പിക്കേണ്ടതാണ്.